Warm greetings, ladies and gentlemen, boys and girls. Welcome to another episode of Priya Jacobs Mera Man, My Mind. ഇന്നത്തെ നമ്മളുടെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് ഈസ് മണി, പണം. മണിയാണ് ടോപ്പിക്. ഈസ് മണി റിലേറ്റഡ് ടു ഹാപ്പിനെസ്? നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മൾക്ക് ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും മാൻഡേറ്ററി ആയിട്ട് വേണ്ടിയ കാര്യം അല്ലേ? സമാധാനം, സന്തോഷം ഒക്കെ നമ്മൾക്ക് മാൻഡേറ്ററി ആയിട്ട് മസ്റ്റായിട്ട് നമുക്ക് വേണ്ടിയ കാര്യങ്ങളാണ്. ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ വേണ്ടിയ കാര്യങ്ങൾ. നമ്മളല്ലാതെ അതിനു വേണ്ടി സന്തോഷത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി അധ്വാനിക്കുകയല്ല ചെയ്യുന്നത്. അത് നമ്മളുടെ ലൈഫിൽ ഓട്ടോമാറ്റിക്കലി വരണം. നമ്മളുടെ മൈൻഡ് സെറ്റ് അതുപോലെ നമ്മൾ ആക്കിയെടുക്കണം. അപ്പം നമുക്ക് സമാധാനവും സന്തോഷവും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അറിയും. അതൊരു പ്രോസസ്സായിട്ട്, ഒരു ലേണിംഗ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. ഒരിക്കലും വിചാരിക്കല്ലേ മറ്റുള്ളവരെന്നെ സന്തോഷിപ്പിക്കണം, മറ്റുള്ളവരെനിക്ക് സമാധാനം തരണം, അവർ കാരണം എനിക്ക് സമാധാനം ഇല്ലാതെയാകുന്നു, അവർ കാരണം എനിക്ക് സന്തോഷമില്ലാതെയാകുന്നു. ഇങ്ങനെയൊന്നും ആരും വിചാരിക്കരുത്. സമാധാനവും സന്തോഷമൊക്കെ നമ്മൾ നമ്മുടെ ഉള്ളിൽ കണ്ടെത്തേണ്ടതാണ്. അപ്പം ഈ സന്തോഷത്തിൻ്റെ കൂടെ തന്നെ റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു ഫാക്ടറാണ് മണി, പണം. പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകും, ഉറപ്പാണ്. പണം, മണി ഈസ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ഹാപ്പിനെസ്. പണം എന്ന് പറയുന്നത് ഈസ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ഹാപ്പിനെസ്. നിങ്ങൾ പണം ഉണ്ടാക്കുന്നവരായിത്തീരണം. പണത്തിന് വാല്യൂ കൊടുക്കണം, പണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, പണത്തിനെ റെസ്പെക്റ്റ് ചെയ്യണം. യു നീഡ് ടു റെസ്പെക്റ്റ് മണി. പണമില്ല എങ്കിൽ, ഇഫ് യു ഡു നോട്ട് ഹാവ് മണി ഇൻ യുവർ പോക്കറ്റ്, you will not be able to fulfill the basic necessities of your life. എന്നോട് ആരും തർക്കിക്കാൻ നിൽക്കണ്ട. ഹാപ്പിനെസ്സിന് പണം ഇല്ലെങ്കിൽ നമുക്ക് ഹാപ്പി ആകാൻ ഒക്കുമെന്ന് ആരും തർക്കിക്കാൻ നിൽക്കണ്ട. പണം ഇല്ലെങ്കിൽ ഹാപ്പി ആകാൻ ഒക്കും ഒരു എക്സ്റ്റെൻഡ് വരെ. പക്ഷെ പണം ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ ആ ഹാപ്പിനെസ് നിലനിൽക്കുമോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. പണമില്ലാതെ വന്നാൽ നമുക്ക് നമ്മുടേതായ സ്ട്രെസ്സ്, നമ്മുടേതായ സ്ട്രെയിനും ഒക്കെ ഉണ്ടാകും, നമ്മുടേതായ ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഉണ്ടാകും. കാരണം പണമില്ലെങ്കിൽ നമ്മുടെ ബേസിക് നെസസിറ്റീസ് ഒന്നും ഫുൾഫിൽ ചെയ്യത്തില്ല. എന്താണ് ഒരു മനുഷ്യൻ്റെ ബേസിക് നെസസിറ്റി എന്ന് പറയുന്നത്? എന്താണ്? നമുക്ക് കിടക്കാൻ ഒരു വീട് വേണം, നമ്മൾക്ക് വേണ്ടിയത് വസ്ത്രം വേണം, നമ്മൾക്ക് വേണം ഭക്ഷണം. ഇത് മൂന്നെണ്ണം ബേസിക് നെസസിറ്റി ഓഫ് എ പേഴ്സൺ ആണ്. ഇനിയും രോഗം വന്ന മരുന്നും മേടിക്കണം. ഈ 4 കാര്യങ്ങൾക്ക് എന്താണെങ്കിലും പണം വേണം. ഈ 4 നമ്മൾ പണം വേണ്ട, അല്ലെങ്കിൽ പണം വലിയ ഇമ്പോർട്ടൻ്റ് അല്ല ലൈഫിൽ എന്ന് പറഞ്ഞിരിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരൊറ്റ ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ബേസിക് നെസസിറ്റീസ് ഒന്നും ചെയ്യാതെ നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ ഒക്കുമോ? എനിക്ക് വിശക്കുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമാണ്, സന്തോഷം കൊണ്ട് എനിക്ക് എൻ്റെ വിശപ്പ് അടക്കാൻ ഒക്കുമോ? സന്തോഷം കൊണ്ട് എനിക്ക് ഒരു വീടുണ്ടാക്കാൻ ഒക്കുമോ? എനിക്ക് സന്തോഷം, മരുന്ന് വേണ്ടിയെടുത്ത് എനിക്ക് സന്തോഷം മതി, അതെന്നെ ഹീൽ ചെയ്യിപ്പിക്കുമെന്ന് പറയാൻ ഒക്കുമോ? എൻ്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണമെങ്കിൽ ഐ ഹാവ് ടു പേ ദ സ്കൂൾ ഫീസ്. സ്കൂൾ ഫീസ് കൊടുക്കാതെ എൻ്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണമെങ്കിൽ പണം വേണം അവിടെ. എൻ്റെ കുട്ടികൾ ഒരു ടോയ് മേടിച്ച് ചോദിച്ചാൽ അത് കൊടുക്കണമെങ്കിൽ എനിക്ക് പണം വേണം. ആ കുട്ടികളുടെ വസ്ത്രത്തിന് പണം വേണം. ആ കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു ഭക്ഷണം മേടിച്ച് കൊടുക്കണമെങ്കിൽ പണം വേണം. സോ ഓൾവേസ് റിമെമ്പർ, money is a very important factor in our lives and it can contribute. It is one of the major contributors to happiness. അതുകൊണ്ട് ആരും പണം ഒന്നും വലുതല്ല എന്നൊന്നും വിചാരിക്കണ്ട. നമ്മൾ പറയുമല്ലോ, പണ്ടൊരു സേയിങ്, ഒരു കോട്ടുണ്ട്, when money talks nobody checks the grammar. അതായത് പണമുള്ളവൻ എന്ത് സംസാരിച്ചാലും ബാക്കിയുള്ളവർ കേട്ടിരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കും. അവൻ എത്ര പൊട്ട ലാംഗ്വേജാണ് പറയുന്നതെങ്കിലും അതൊന്നും ഒരു വിഷയമല്ല, ബിക്കോസ് അവന് പണമുണ്ട്. സോ വെൻ മണി ടോക്സ് നോബഡി ചെക്സ് ദി ഗ്രാമർ. മണി ക്യാൻ ഇൻഫ്ലുവൻസ് പീപ്പിൾ. പൈസയ്ക്ക് ഒരുപാട് പേരെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കും. സോ മണി ഈസ് വൺ ഓഫ് ദി മേജർ ഫാക്ടേഴ്സ്. നിങ്ങളൊന്ന് ആലോചിച്ചേക്കുക, നിങ്ങളുടെ തന്നെ ലൈഫിൽ പൈസ ഇല്ലാതെ വന്നാൽ എന്തുമാത്രം പ്രശ്നവും എന്തുമാത്രം ടെൻഷനും എന്തുമാത്രം സ്ട്രെസ്സിലാണ് നിങ്ങൾ പോകുന്നത്. ആ പൈസ ഇല്ലാതെ വരുമ്പോൾ നെക്സ്റ്റ് തിങ് നിങ്ങൾ ചെയ്യുന്നത് എന്താ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മൾ പൈസ കടം മേടിക്കും. പൈസ കൊടുക്കാൻ ഉള്ള വഴി നോക്കാതെ പൈസ നമ്മൾ കടം മേടിക്കും.
അവിടുന്ന് ഇവിടുന്ന് എല്ലാം കടം മേടിക്കും. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മറിച്ച് നിൽക്കാൻ നോക്കും അല്ലേ. ഒരിടത്തുനിന്ന് പൈസ മേടിച്ച് മറ്റിടത്ത് കൊടുത്ത്, അപ്പുറത്തുനിന്ന് മേടിച്ച് ഇപ്പുറത്ത് കൊടുത്ത്, അങ്ങനെ പൈസ ഒക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും. എന്തുമാത്രം സ്ട്രെസ്സും ടെൻഷനും ഫ്രസ്ട്രേഷനും അങ്ങനെ ഉള്ള ജീവിതങ്ങൾക്കുണ്ടാവും എന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഇനി ഈ പൈസ കൊടുക്കാൻ ഒക്കാതെ വന്നാലോ ആൾക്കാർ തെറി പറയും, അബ്യൂസ് ചെയ്യും. ബിക്കോസ് എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് പൈസ ഉണ്ടാക്കുന്നില്ലേ. ഇപ്പം നമ്മളും മറ്റുള്ളവരുടെ ഒരാളുടെ നിന്ന് പൈസ കടം മേടിച്ചു കഴിയുമ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയാതെ വന്നെങ്കിൽ ആ ആളുടെ വായിരിക്കുന്നത് നമ്മൾ കേൾക്കണം. ഇനി അത് ബാങ്കിൽ നിന്നാണെങ്കിലോ ജപ്തി ഇല്ലേ, ഉറപ്പാണ്, നമ്മുടെ വീട് വരെ പോകുന്നൊരവസ്ഥയുണ്ട്. സോ ഇത്രയൊക്കെ നമ്മൾക്ക് മുന്നിൽ നമുക്ക് എക്സാമ്പിൾസ് ഉള്ളപ്പം ഹൗ ക്യാൻ യു സേ ദറ്റ് മണി ഈസ് നോട്ട് എ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ഫോർ ഹാപ്പിനെസ്? പൈസ വേണം, മസ്റ്റാണ്. പൈസ ഇല്ലെങ്കിൽ നമ്മൾക്ക് അതിൻ്റെതായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, നമ്മൾക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവത്തില്ല. അതുകൊണ്ട് പൈസ വേണ്ട എന്നാരും പറയരുത്. സെക്കൻഡ് തിങ് ഈസ് ലൈക്ക് ഐ വോണ്ട് ടു സേ ഈസ് സ്റ്റാർട്ട് ലവിങ് മണി. പൈസയെ സ്നേഹിക്കാൻ തുടങ്ങണം. പൈസയെ സ്നേഹിക്കുമ്പോഴാണ് നമുക്ക് വീട്ടിലേക്ക് പൈസ കൂടുതൽ വരുന്നത്. സ്റ്റാർട്ട് ലവിങ് മണി. ഞാനൊക്കെ എപ്പോഴും പറഞ്ഞത് ഐ ലവ് മണി, ഐ ലവ് ടു ഹാവ് മണി, ഐ ലവ് ടു ഏൺ മണി. എനിക്ക് പൈസ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പൈസ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പം അതൊരു അഹങ്കാരത്തിലോ ഒരു പ്രൈഡിലേക്കോ ഉള്ള അല്ല. എനിക്ക് പൈസ ഒത്തിരി വേണം, എനിക്ക് പൈസ ഭയങ്കര ഒരു അഹങ്കാരം ഇതിലല്ല ഞാൻ അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നല്ല രീതിയിൽ, നല്ല അർത്ഥത്തിൽ പണത്തെ സ്നേഹിക്കുന്നവരായി തീരണം. യു നീഡ് ടു ലവ് മണി. പൈസയെ സ്നേഹിക്കുകയും പൈസ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് പൈസ നമ്മളിലേക്ക് വരാൻ തുടങ്ങുന്നത്. യു ഗെറ്റ് മൈ പോയിന്റ്? സോ പോയിന്റ് നമ്പർ 2 ഇസ് ലേൺ ടു ലവ് മണി. നമ്മളൊരു വലിയ ബിൽ ഗേറ്റ്സ് ആകാൻ ഒന്നുമല്ല ഞാനത് പറയുന്നത്. ഐ എം നോട്ട് ടെല്ലിങ് യു ടു മേക്ക് മോർ ആൻഡ് മോർ ആൻഡ് മോർ ആൻഡ് മോർ ആൻഡ് മോർ മണി എന്നുള്ളതല്ല. ബിൽ ഗേറ്റ്സ് അങ്ങനത്തെ അല്ലെങ്കിൽ ഒരു അംബാനി ആകാൻ അല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മളുടെ ബേസിക് റിക്വയർമെൻറ്റ്സ് ഒക്കെ കവർ ചെയ്ത് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് സെക്യൂർഡ് എങ്ങനെ ആക്കാൻ ഒക്കും, ആ സെക്യൂർഡ് ആക്കാനായിട്ട് നമുക്ക് കയ്യിൽ പണം ഉണ്ടാവണം. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്കും കുട്ടികളുടെ ആവശ്യങ്ങളും ഒക്കെ മുന്നിലുണ്ടെന്ന് കണ്ട് നമ്മൾ പണം വേണ്ടിയവരായി തീരണം, പണത്തെ അന്വേഷിക്കുന്നവരായി തീരണം, പണത്തെ സ്നേഹിക്കുന്നവരായി തീരണം. ഇനിയും ഒരു സോഴ്സ് ഓഫ് ഇൻകമിൽ നിർത്തരുത്. നിങ്ങൾക്ക് ഒരു ജോലിയുണ്ട്, ഓക്കെ, ആ ഒരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട്, എനിക്ക് പണം എനിക്ക് ശമ്പളമായിട്ടൊക്കെ കിട്ടുന്നുണ്ട്, ഒരു സോഴ്സ് ഓഫ് ഇൻകം. ആ ഒരു സോഴ്സ് ഓഫ് ഇൻകമിൽ നിങ്ങൾ ആശ്രയിക്കുമ്പോൾ ആ സോഴ്സ് ഓഫ് ഇൻകം ഒന്ന് നിന്നു പോയാൽ, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന് ഒരു സോഴ്സ് ഓഫ് ഇൻകമിന് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് പറ്റിയാൽ നിങ്ങൾക്ക് ആ നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസം അല്ലെങ്കിൽ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക് വരുമാനം ഇല്ലാതായി തീരും. സോ ഒരിക്കലും ഒരു സോഴ്സ് ഓഫ് ഇൻകമിൽ നിങ്ങൾ ആശ്രയം വെക്കരുത്. യു വിൽ ഹാവ് ടു മേക്ക് മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം. ഇൻവെസ്റ്റ് ചെയ്യുക. കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരിടത്ത് ഒരു ജോലിക്ക് തടസ്സമായി അവിടെ ഒരു പൈസ വരാൻ ബുദ്ധിമുട്ടായാൽ അടുത്ത നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നിടത്തുനിന്ന് പൈസ നമ്മളിലേക്ക് വരണം. സോ ട്രൈ ടു ഹാവ് മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം. ഇനിയും പൈസ ഉണ്ടാക്കി തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ എല്ലാ ചെലവുകളും കഴിഞ്ഞിട്ടല്ല നിങ്ങൾ സേവ് ചെയ്യേണ്ടത്. നമ്മൾ അങ്ങനെ എല്ലാ ചെലവുകളും കഴിഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഒരിക്കലും സേവിങ്സ് ഉണ്ടാക്കാൻ ഒക്കത്തില്ല. കാരണം നിങ്ങൾക്ക് അതുപോലെ ചെലവുകൾ കാണും. നമ്മൾ കൂട്ടി നോക്കുമ്പോൾ നമ്മൾ വരത്തില്ല. രണ്ടറ്റവും മുട്ടുന്നില്ലടോ എന്ന് പറയും ചിലപ്പോൾ എന്നോട് ചിലർ. രണ്ടറ്റവും മുട്ടുന്നില്ല. അങ്ങനെ മുട്ടിച്ച് നോക്കിയിട്ട് നമുക്ക് സേവിങ്സ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നടക്കത്തില്ല. ഒരു 100 രൂപയെങ്കിലും, ഒരു 100 rupees എങ്കിലും നിങ്ങൾ മാറ്റി വെക്കണം എവ്രി മന്ത്. 100 rupees മാറ്റി വെക്കുമ്പോൾ ഒരു വർഷമായപ്പോൾ 1200 രൂപയായില്ലേ? ഒരു വർഷമായപ്പോൾ 2 വർഷമായപ്പോൾ എത്ര ആയി? 2400 rupees ആയി. അങ്ങനെ ഒരു 100 rupees എങ്കിലും നിങ്ങൾ മന്ത്ലി മാറ്റി വെക്കണം. കാര്യങ്ങൾ നടന്നു പൊക്കോളും. നിങ്ങളുടെ ഭയമാണ് നിങ്ങളെയും കൊണ്ട് അയ്യോ നടക്കത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഭയമാണത്. കാര്യങ്ങൾ നടന്നു പൊക്കോളും. പക്ഷേ അത് ഞാൻ പറയുമ്പോഴും when I talk about that, you also have to understand that നമ്മൾ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകമും നമ്മൾ ഫോക്കസ് ചെയ്യുക. ഒരു സോഴ്സ് ഓഫ് ഇൻകം മാത്രമല്ല, എങ്ങനെയൊക്കെ എനിക്ക് വരുമാനം
ഉണ്ടാക്കാൻ ഒക്കും, എങ്ങനെയൊക്കെ എനിക്ക് പണം ഉണ്ടാക്കാൻ ഒക്കും എന്ന് ഞാൻ പറയുമ്പോൾ നാളെ ആരും പോയി ബാങ്ക് കൊള്ളയടിക്കാനോ അല്ലെങ്കിൽ ഒരു കള്ളക്കടത്ത് നടത്താനോ കഞ്ചാവ് നടത്താനോ ഒന്നും പോയേക്കരുത്. ആ രീതിയിലുള്ള സോഴ്സ് ഓഫ് ഇൻകം അല്ല ഞാൻ പറയുന്നത്. അല്ലാതെ നമ്മൾ നമ്മുടെ ചുറ്റുവട്ടം നോക്കിയാൽ there are many ways where you can earn your income. പല തരത്തിൽ നമുക്ക് ഏൺ ചെയ്യാൻ നോക്കും. only thing you have to look properly with your eyes open. കണ്ണ് തുറന്ന് ചുറ്റുവട്ടമൊക്കെ നോക്കണം, എങ്ങനെ എനിക്ക് കൂടുതൽ ഇൻകം ഏൺ ചെയ്യാൻ നോക്കും. ആൻഡ് ട്രസ്റ്റ് മീ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലിട്ട് ഓക്കെ എനിക്ക് അടുത്തൊരു ഇൻകം എങ്ങനെ ഏൺ ചെയ്യാൻ നോക്കും എന്ന് നമ്മൾ ഇങ്ങനെ ഇട്ട് ചിന്തിക്കുമ്പോൾ യൂണിവേഴ്സ് തന്നെ ആ ഒരു ചിന്തയ്ക്ക് യൂണിവേഴ്സ് തന്നെ നമുക്ക് സജഷൻസ് തരും. ഇതൊക്കെ ഉള്ള കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്. ഏതൊരു കാര്യവും നമ്മുടെ മനസ്സിലിട്ട് നമ്മൾ ഇങ്ങനെ ചിന്തിക്കാമെങ്കിൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ ടൈം കഴിയുമ്പം നമുക്ക് യൂണിവേഴ്സ് തന്നെ നമുക്ക് അതിനുള്ള വേസ് കാണിച്ചു തരും, വഴികൾ കാണിച്ചു തരും. ഇല്ലെങ്കിൽ ആൾക്കാർ നമ്മളോട് വന്ന് പറയും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ നോക്കുമോ, അത് നമുക്ക് ആൾക്കാർ ഓപ്പർച്യൂണിറ്റീസ് വരികയും ആൾക്കാർ നമ്മൾ അപ്രോച്ച് ചെയ്യുകയും നമുക്ക് വേസ് നമുക്ക് ഓപ്പൺ ആയി കിട്ടുന്ന നമ്മൾക്ക് കാണാനൊക്കും. when you keep on thinking about it. But if you don't think about it, nothing is going to happen. It's again your choice ആണ്. ഞാൻ ഈ പറയുന്നതൊക്കെ ജീവിതത്തിൽ അനുഭവമാക്കിയതും മറ്റുള്ളവരുടെ അനുഭവത്തിൽ നിന്നൊക്കെ ഉള്ള എക്സ്പീരിയൻസിൽ വെച്ചാണ് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ആൻഡ് ദീസ് ആർ ഓൾ പ്രൂവൻ തിയറീസ് ആണ്, പ്രൂവ് ചെയ്ത തിയറീസ് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. സോ ഫൈൻഡ് മോർ വേസ്, മൾട്ടിപ്പിൾ വേസ് ഓഫ് ഇൻക്രീസിങ് യുവർ ഇൻകം മസ്റ്റാണ്. ഗെറ്റ് ഇറ്റ്? സോ നമ്മൾക്ക് പണത്തെ സ്നേഹിക്കുക, മൾട്ടിപ്പിൾ വേസ് കണ്ടെത്തുക, ഒരു 100 രൂപ എങ്കിലും സേവ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഓർത്തോണം, നമ്മൾ ചെലവാക്കുന്ന ചെറിയ എമൗണ്ട് പോലും ഈ പല തുള്ളി പെരുവെള്ളം എന്നല്ലേ. നമുക്കിപ്പോൾ ഒരു 1000 രൂപ മാത്രമേ ശമ്പളം ഉള്ളെങ്കിൽ 100 രൂപ 50 രൂപ ഇവൻ 10 രൂപ പോലും ചിലവാക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് വേണം ചിലവാക്കാനായിട്ട്. ഈ 10 രൂപ ചിലവാക്കിയാൽ എനിക്കൊരു മാസം കംപ്ലീറ്റ് ആവുമോ, എനിക്ക് കാര്യങ്ങൾ അടുക്കുമോ? എവറി സ്മോൾ എമൗണ്ട് കൗണ്ട്സ് വെൻ ഇറ്റ് കംസ് ടു സേവിങ്, വെൻ ഇറ്റ് കംസ് ടു എക്സ്പെൻസസ്. അപ്പം നമ്മളുടെ ഓരോ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചോണം. ഒരുപാട് പേര് ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യും. ഈ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ഐ എഗ്രി, ഓൺലൈൻ നമ്മൾ മേടിക്കുമ്പോൾ വിലക്കുറവ് നമുക്ക് കിട്ടും, ഒക്കെ എഗ്രി. പക്ഷെ നമ്മളൊരു കാര്യം അത് വേണോ വേണ്ടായോ, എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് വേണം നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാനായി. നമ്മൾ കാണുമ്പോൾ ഒക്കെ പോകുന്ന വഴി ആ റോഡ് സൈഡ് ചിലപ്പം കാണും 100 രൂപയുടെ ഒരു എന്തെങ്കിലും ഒരു സാധനം ചിലപ്പോൾ 50 രൂപയ്ക്ക് കണ്ടെന്നിരിക്കും. 50 രൂപയല്ലേ ഉള്ളൂ, ഇറ്റ്സ് ഓൺലി 50 റുപ്പീസ് എന്ന് ഉള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ വി ഗോ ആൻഡ് ബൈ ദാറ്റ്. അത് ആവശ്യമുണ്ടോ? വെരി ഇമ്പോർട്ടൻറ്റ് ടു തിങ്ക്, ഡു ഐ റിയലി നീഡ് ദാറ്റ് സ്റ്റഫ്? 50 രൂപ അല്ലേ ഉള്ളൂ. ഈ 50 രൂപ എന്ന് പറഞ്ഞാൽ ചുമ്മാ ആരെങ്കിലും തരുമോ? 10 രൂപയിൽ പോലും 10 രൂപ ചുമ്മാ ആരെങ്കിലും തരുമോ? സോ ഒരു 10 രൂപ ചിലവാക്കണമെങ്കിൽ പോലും 2 വട്ടം അല്ലെങ്കിൽ 3 വട്ടം 4 വട്ടം ആലോചിക്കണം, എനിക്കിതിൻ്റെ ആവശ്യമുണ്ടോ. സോ നമ്മൾ എന്ത് ഏൺ ചെയ്യുന്നോ, ലേൺ ടു ലിവ് വിത്തിൻ ദ മീൻസ് ഓഫ് ഇറ്റ്. ഏൺ ചെയ്യുന്നതിനകത്ത് ജീവിക്കാൻ പഠിക്കണം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ആരും ഒന്നും ചെയ്യണ്ട, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി. ഈ അടുത്ത് ഞാൻ വായിച്ചൊരു കാര്യമുണ്ട്. ഇറ്റ് ഈസ് ലൈക്ക് പണക്കാർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കൂടുതലൊന്നും ചെയ്യത്തില്ല. അവരവരുടെ പൈസ ഉള്ളതുകൊണ്ട് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഒരു മീഡിയോക്കർ ലൈഫ് ലിവ് ചെയ്യുന്ന ആൾക്കാർ വാട്ട് ദേ ഡു ഇസ്, അവർക്ക് ഇല്ലെങ്കിൽ പോലും അയ്യോ മറ്റുള്ളവരെ നമുക്കതില്ലല്ലോ എന്ന് കണ്ട് അവരെ കാണിക്കാൻ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്ന കാണാം. മീഡിയോക്കർ ലൈഫ് ലിവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് പീപ്പിൾ ചെയ്യുന്നൊരു കാര്യമാണ്. മറ്റുള്ളവർക്കെല്ലാം ഉണ്ടാവും, നമുക്കൂടെ ഒന്നിരിക്കൽ, നമ്മുടെ പിള്ളേർക്കും ഒരു സന്തോഷമല്ലേ, അവർക്കൂടെ ഇരിക്കട്ടെ. ഇല്ലാത്ത പൈസ ഉണ്ടാക്കി പല കാര്യങ്ങളും മേടിക്കുന്ന കാണാം. സോ നമ്മൾക്ക് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ല നമ്മളുടെ ലൈഫ് നമ്മളുടെ ഇഷ്ടത്തിന് നമ്മളുടെ ഗ്രിപ്പിൽ നിൽക്കുന്നതായിരിക്കണം. നമ്മുടെ ഇഷ്ടം എന്താണോ അത് മാത്രം ചെയ്യുക, അമിതമായി ഒന്നിനും പോകാതിരിക്കുക. സോ മണി ഈസ് വൺ ഫാക്ടർ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എവ്രിബഡീസ് ലൈഫ്. പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല ക്രൈമുകൾ നടക്കുന്നത്. പണമുള്ള വീട്ടിലെ ഒരു കുട്ടിയും ഓൺ ദ സ്ട്രീറ്റ് പബ്ലിക് ന്യൂസൻസ് ഉണ്ടാക്കുന്ന, പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിക്കുന്നോ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് നശിപ്പിക്കുന്നോ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഐ ഹാവ് നോട്ട് സീൻ പണമുള്ള ഒരു വീട്ടിലെ കുട്ടി വന്ന് റോഡിൽ കിടന്നുകൊണ്ട് ഈ രീതിയിലുള്ള നശിപ്പീര് കാണിക്കുന്ന ഐ ഹാവ് നോട്ട് സീൻ. പക്ഷെ കാണിക്കുന്ന മുഴുവൻ പണം ഇല്ലാത്ത വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഐ ഹാവ് ഓൾവേസ് സീൻ ദാറ്റ്. പഠിത്തം ഇല്ലാത്ത വീട്ടിൽ നിന്നുള്ള ആൾക്കാരാണ് സ്ട്രീറ്റിലുള്ള ഈ നശിപ്പീരും. സോ ലാക്ക് ഓഫ് മണി
is the root cause of many evil in the society. Lack of money തന്നെയാണ്. So understand, പൈസ എന്ന് പറയുന്നത് is an important factor. It is an important factor in our lives. പണത്തെ സ്നേഹിക്കാൻ തന്നെ പഠിക്കുക, പണം ഉണ്ടാക്കാൻ തന്നെ പഠിക്കുക. കാരണം പണം ഉണ്ടെങ്കിലേ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടത്തിനും, നമ്മളുടെ കുട്ടികളുടെയൊക്കെ ഇഷ്ടത്തിനും, നമ്മുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടത്തിനും നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ. നമുക്കൊക്കെ ആഗ്രഹങ്ങളുള്ള ആൾക്കാരല്ലേ, പലതും ചെയ്തെടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ, പലരും മേടിക്കണമെന്നും കാണാനും ലോകമൊക്കെ ഒന്ന് ട്രാവൽ ചെയ്യാനും കാഴ്ചകൾ കാണാനും ഒക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണ്. ഇതിനെല്ലാം പണം വേണം. സോ മണി ഈസ് വൺ ഓഫ് ദി മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് ഓഫ് ഹാപ്പിനെസ്. അതുകൊണ്ട് പണം എനിക്കില്ലേലും എനിക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ ഒക്കുമെന്ന് ആരും വിചാരിക്കേണ്ട. പണം എന്ന് പറയുന്നത് ഈസ് എ മേജർ ഫാക്ടർ ഫോർ ഹാപ്പിനെസ്. അതുകൊണ്ട് പണത്തെ സ്നേഹിക്കുക. ഞാൻ പറയുമ്പോൾ പണത്തെ സ്നേഹിക്കുമ്പോൾ ആർത്തി കാണിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ബിൽഗേറ്റ്സോ അംബാനിയോ ആകണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ ആവശ്യത്തിനും ഭാവിക്കുള്ള ആവശ്യത്തിനും ഒക്കെ പണം വേണം. അത് സേവ് ചെയ്യുക. ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് ഹാപ്പിനെസ് എന്ന് മനസ്സിലാക്കുക. പണത്തെ സ്നേഹിക്കുക. വെൻ മണി ടോക്സ് നോബഡി ചെക്സ് എ ഗ്രാമർ. ഭയങ്കര ഒരു ഇൻഫ്ലുവൻസറാണ് മണി എന്ന് പറയുന്നത്. So start loving money, start earning money, start having multiple sources of income. പല സോഴ്സസ് ഓഫ് ഇൻകം എടുക്കുക. പണം നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഇല്ലാത്തവർക്കൊന്ന് കൊടുക്കാനെങ്കിലും ഒക്കുള്ളൂ. നമ്മുടെ അടുത്തൊക്കെ ആരെങ്കിലും എനിക്കൊരു കടം തരാമോ എന്ന് ചോദിച്ച് വരുമ്പം എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞ് വിടുന്ന അവസ്ഥയും ഓക്കെ ഞാൻ തരാം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. കൊടുക്കും തോറും നമുക്ക് കിട്ടും. കൊടുക്കുമ്പം നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടും. നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിലുള്ള പോലെ ഈ ചാപ്റ്ററിൽ നമുക്ക് വ്യൂവേഴ്സിന് ഒരു ഡെഡിക്കേഷൻ ഉണ്ട്. ടു ഓൾ ദ വ്യൂവേഴ്സ് ഔട്ട് ദെയർ ഫ്രോം ദ ക്വാർട്ടോ ഈഗിൾസ് മ്യൂസിക് ബാൻഡ്, a musical dedication. Enjoy. രാജരാജ സോഴൻ എനയാളും കാതൽ ദേശം നീതാ. രാജരാജ സോഴൻ എനയാളും കാതൽ ദേശം നീതാ. பூவி காதல் தீவே மண் மீது ஸ்வர்க்கம் வந்து பெண்ணாக ஆனதே. உல்லாச பூமி இங்கு உண்டானதே. ராஜராஜ சோழன் எனையாளும் காதல் தேசம் நீதா. பூவே காதல் தீவே. கண்ணோடு கண்கள் ஏற்றும் கற்பூர தீபமே, கை தீண்டும் போதும் பாயும் மின்சாரமே. உல்லாச மேடை மேலே ஓரங்க நாடகம், இன்பங்கள் பாடம் சொல்லும் என் தாயகம். எங்கெங்கு ஊஞ்சலாக நான் போகிறேன், அங்கங்கு ஆசை தீயில் நான் வேகிறேன். உன்றாக மோகனம் என் காதல் வாகனம். செந்தாமரை செந்தேன் மழை என் ஆவி நீயே தேவி. ராஜராஜ சோழன் எனையாளும் காதல் தேசம் நீதா. ராஜராஜ சோழன் எனையாளும் காதல் தேசம் நீதா. பூவே காதல் தீவே மண் மீது ஸ்வர்க்கம் வந்து பெண்ணாக ஆனதே. உல்லாச பூமி இங்கு உண்டானதே. ராஜராஜ சோழன் எனையாளும் காதல் தேசம் நீதா. பூவே காதல் தீவே. So money is a major contributor to happiness. ആരും മറക്കണ്ട. So പൈസ ഉണ്ടാക്കണം, പണത്തെ സ്നേഹിച്ചോളുക. Okay, so with this I wind up today's episode. Again എന്നും പറഞ്ഞാൽ 15 മിനിറ്റ് വെരി സ്മോൾ ആണ്, ക്യാപ്സ്യൂൾ പരുവത്തിൽ I'm giving it to you.
So until we meet next, this is me, Priya Jacob, signing off with a goodbye.